അതിനെ പെരുമ്പാവ് പിടിച്ചു. പെരുമ്പാവാ? ആ, എപ്പാ? 2-3 ദിവസം അങ്ങ് നമ്മൾ കല്ലിപ്പ് എടുക്കുന്നില്ലേ, അതിന് തൊട്ടപ്പുറത്ത് പുല്ലും കോട്ടയിൽ നിന്ന് പെരുമ്പാവ് പിടിച്ചു. റോഡ് കുറേ ഇറക്കി, എന്നിട്ട് കാലിവണ്ടി തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അങ്ങ് കൊണ്ടുപോയിട്ട് തിരിച്ച് പുല്ലുമല്ലേ അത് ആ ആശാരി പറഞ്ഞ പോലെ തന്നെ കൃത്യം 10:30 കോലിന് വെള്ളം നിലനിൽക്കുമെന്നാണ് പറഞ്ഞത്. അതേപോലെ ആവുകയും ചെയ്തു. 2 കോലും മതിയെന്ന് തോന്നുന്നു. ഇപ്പൊ ഇറക്കിയ കല്ല് എന്തായാലും തികയൊന്നും, അതാ എനിക്ക്. അല്ല, കല്ല് തന്നില്ലെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. അത് ഇതാക്കണ്ട, ബുദ്ധിമുട്ട്. അത് അവിടെ ഈ മണ്ണ് ചെളിയായിരുന്നു, അവര് മെല്ലെ ഓടിച്ച് വന്നത്. അത്ര ലോഡില്ലേ, അങ്ങനെ അമർന്ന് പോയതാ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലെ കോട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ്. രമേശൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുകയാണ്, രമേശൻ്റെ കിണർ പണി എന്തായി, അവിടുത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ അപ്ഡേറ്റ് കാണിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കണ്ടായിരുന്നു, കിണറ്റിലെ വെള്ളം കിട്ടിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. എന്നാൽ വെള്ളം കിട്ടിയ അതൊരു ഏകദേശം കുറച്ച് വെള്ളമായ കാഴ്ചകൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ആ കിണറിൻ്റെ പണിയൊക്കെ കുഴിക്കൽ കഴിഞ്ഞ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 7 ദിവസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇപ്പോഴത്തെ അവിടുത്തെ എന്താ സ്ഥിതി എന്നുള്ളതാണ് ഞാൻ ഇന്ന് എപ്പിസോഡിൽ കാണിക്കാനായിട്ട് പോകുന്നത്. കിണറ്റിൽ അത്യാവശ്യം ഒരു 3-3.5 കോല് വെള്ളമെങ്കിലും ഉണ്ട്. അപ്പോൾ അത് മഴയുടെ കുറവേ അല്ല, ന്യായമായിട്ട് വന്നത് തന്നെയാണ് അവർ പറഞ്ഞത്. മഴയൊക്കെ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്, ഓൾറെഡി വെള്ളം അതിൻ്റെ അകത്തായിരുന്നു. ഞാനത് പ്രത്യേകം അവരോട്, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മഴയുടെ കുറവല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ നമുക്ക് സന്തോഷം, അത്രയും കുറേയും വെള്ളം കിട്ടിയതുകൊണ്ട്. പക്ഷേ ഇപ്പം അടുത്ത നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെട്ടുകല്ല് കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞാൽ, അതായത് ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ബുധനാഴ്ച, അതായത് 1-ാം തീയതി, ജൂലൈ 1-ാം തീയതിയാണ്. 30-ാം തീയതി, ജൂൺ 30-ാം തീയതി വെട്ടുകല്ല് വന്നു. അപ്പോൾ ലോറി കയറാത്ത വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, ലോറി അവിടെ കുടുങ്ങി പോവുകയൊക്കെ ചെയ്തു. ഏതായാലും അതിന് ശേഷം ഇപ്പോൾ ലോഡ് വഴിക്കാണ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വെട്ടുകല്ല് ചുമന്ന് കയറ്റുക എന്നുള്ളൊരു പരിപാടിയാണ്. ആളുകൾ വന്ന് അത് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ അടുത്ത ഒരു പ്രോഗ്രാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിണറിൻ്റെ അടിവശവും അതുപോലെ തന്നെ മുകളിൽ ആൾമറയും കെട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ കിണറ്റിൽ നിറയെ വെള്ളമായിരുന്നു അപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ വെള്ളം ചിലപ്പോൾ വറ്റിക്കേണ്ടി വരും. അതൊരു വലിയ ടാസ്ക്. അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ സോളാർ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോളാർ ഫിറ്റ് ചെയ്യുന്ന ആൾ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്ന കാഴ്ചകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മളവിടെ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. കോട്ടയാ കോട്ട അമ്മ കോട്ടൻ്റെ ചെളിയായിരുന്നല്ലേ? ചളിയം 2 വട്ടിയാ. പിന്നെ എത്ര എനിക്ക് വേണ്ടേ? ഒരു ബക്കറ്റുണ്ടോ? ബക്കറ്റും കഴിച്ചോ. എല്ലാ ഭാഗത്തും 300 രൂപ ഉണ്ടല്ലേ? 3000 ഉണ്ട്. പേടിക്കാൻ എന്നെ നമ്മളാ മണ്ണില്ലേ, ഇത് മാത്രമേ നീ കൊത്തിക്കോറി നിങ്ങൾ പറയണം, അല്ലെ നമ്മളെ പോയി കണ്ടുകൊള്ളു അല്ലേ. 9 കൊണ്ട് 9 9 കൊണ്ട് നിൽക്കുന്നേ. ഓവർ മഴ ഇല്ലല്ലോ അല്ലേ? അതാ മടുപ്പ് പിടിക്കാൻ നിങ്ങൾക്ക് കുട്ടി പറഞ്ഞ ഞാൻ വീട്ടിൽ ഇതൊന്നും അരിഞ്ഞ് വൃത്തിയാക്കട്ടല്ലോ. കെട്ടുന്നതല്ലേ? കെട്ടുന്നതല്ലേ? കെട്ടുന്നതാണ്. ഏതാ
തെറ്റിലെങ്ങനെ കല്ല് വെക്കാൻ പറ്റാന്ന് വേറെ പറ. നമ്മളെന്താ തുറന്ന കല്ല് വെക്കൂലേ? അതെന്താണ് തുറന്ന് കല്ല് വെക്കുന്നല്ലേ? പിന്നെ ഇതിലേക്ക് ചെത്തി എന്നാച്ചാലേ വെയിറ്റ് കുറയും, അടിയിൽ ഓവർ വെയിറ്റ് അടിയിലിറങ്ങണം. പക്ഷെ അതിന് വെയിറ്റ് ഞാനെന്താണ് കഷ്ടപ്പെട്ടു സാറേ, എന്റെ വേദന. അവരിവിടെ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം നിങ്ങൾക്ക് കാണാം. രാവിലെ ഒരു കുറേ വെള്ളം ബക്കറ്റിലൊക്കെ ആയിട്ട് കോരി കളഞ്ഞു. ഇനിയുള്ള പണിയാണ് നമുക്ക് ഇരിച്ച് ടാസ്ക്കുള്ള പണി. കാരണം നാളെ ഇന്നിപ്പോൾ പണി നിർത്തി നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നിറച്ചും വെള്ളമായിരിക്കും. പിന്നെ ആ വെള്ളം കോരി കളഞ്ഞിട്ട് വേണം പിന്നെയും റിങ് താത്താനായിട്ട്. അപ്പോൾ നമ്മൾ 11 കോല് വരെ താത്താനുള്ള ഒരു പരിപാടിയാണ്. 9 കോലിൽ നമുക്ക് വെള്ളം കണ്ടു. നമ്മൾ 11 കോല് എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് 10ാമത്തെ കോലിൽ പണി നടക്കുന്നേ ഉള്ളൂ. 11 കോല് ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചെളിയുള്ള മണ്ണായതുകൊണ്ട് തന്നെ കോരിക്കളയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു അലുമിനിയത്തിൻ്റെ ബക്കറ്റ് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് പറ്റില്ല, നാളെ നമ്മൾ മേടിച്ച് അതൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് പരിപാടി കേട്ടോ. നല്ല ചെളി മണ്ണാണ് കേട്ടോ. നമുക്ക് ഇനിയുള്ള മണ്ണുകളൊക്കെ ഇങ്ങനെയായിരിക്കും. അതുപോലെ ഒരു സന്തോഷ വാർത്ത നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നപ്പോൾ മറ്റൊരു ദുഃഖ വാർത്ത. നമ്മൾ ഇത്രയും ദിവസം വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരാളെ ഇപ്പോൾ ഇവിടെ കാണാനില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൂട്ടുകാരനെ നമ്മൾ ഇന്നലെയൊക്കെ കണ്ട ആ ഒരു പട്ടിയെ കൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ പട്ടിയെ ഇന്ന് രാവിലെ ഇവിടെ വെച്ചിട്ട് പെരുമ്പാമ്പ് പിടിച്ചു തിന്ന് വിഴുങ്ങി കളഞ്ഞെന്ന് പറഞ്ഞേ. ഈ ഭാഗത്തുനിന്ന് പിടിച്ചതെന്ന് പറഞ്ഞേ. എന്നോട് ഇപ്പോൾ പറഞ്ഞ കേട്ടോ. അവർ എല്ലാ തരത്തിലും ആന ഒരു സൈഡിൽ, ഇപ്പോൾ ഇങ്ങനെ പെരുമ്പാമ്പ്, രാജവമ്പാല, എന്തെല്ലാം ജീവികളാണ്. ഞാൻ ആലോചിക്കുക എന്തെല്ലാം ജീവികളെ തരണം ചെയ്താൽ ഇവിടെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന്. ഇവിടുന്ന് ഈ ഭാഗത്തുനിന്നാണ് പിടിച്ചതെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് എന്നിട്ട് വിഴുങ്ങിയിട്ട് ഇവർ കണ്ടപ്പോഴത്തേക്കും വിഴുങ്ങിയായിരുന്നു അങ്ങോട്ട്. എന്നിട്ട് അങ്ങോട്ട് പോയിന്നാണ് പറഞ്ഞത്. പിന്നെ അവരൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. വലിയ പെരുമ്പാമ്പാന്ന് പറഞ്ഞു. എന്തൊക്കെ സാഹചര്യങ്ങളല്ലേ. ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയാ ഈ കാണുന്നത് ഇന്നലെ വെട്ടുകല്ല് കൊണ്ടുവന്ന് ഇറക്കിയ ഇതാണ് കാണുന്നത്. ലോറി ഇവിടെ എത്തിയപ്പോഴത്തേക്കും തെന്നിപ്പോയി കേട്ടോ. ലോറി തെന്നി ഈ പറമ്പിലേക്ക് കയറിപ്പോയി. നമ്മൾ ഇതിപ്പോൾ വെട്ടുകല്ല് ഇറക്കിയിരിക്കുകയാണ്. നമ്മുടെ കിണറിൻ്റെ കെട്ടാനായിട്ട് ചട്ടക്കല്ല് ഇറക്കിയിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ലോറി ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലോറി കടന്ന് കളിച്ച സംഭവമാണ്. ലോറി നിരങ്ങി ഈ കാട്ടിലോട്ട് പോയി കേട്ടോ. ലോറി ഈ കാട്ടിലോട്ട് നിരങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ കയറാണ്ടായി. പിന്നെ അവസാനം ലോറി ആ ലോഡ് കംപ്ലീറ്റ് ഇവിടെ ഇട്ട് ഇറക്കുക ചെയ്തേ. അതാണ് ഇവിടെ ഇറക്കിയത് കേട്ടോ. നമുക്ക് വീട്, രമേശൻ്റെ വീട് അതാണ്. അവിടം വരെ എത്തിക്കാനായിട്ട് സാധിച്ചില്ല. ഇവിടെ കടന്ന് കുടുങ്ങിപ്പോയി. ഇപ്പോൾ പണിക്കാർ ഇപ്പോൾ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാർ വെച്ചിട്ട് ഈ കല്ല് അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി കേട്ടോ. കല്ല് കുറേ അവർ കൊണ്ടുപോയി കഴിഞ്ഞു ഓൾറെഡി. ഇനിയിപ്പോൾ എന്തായാലും ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും നോക്കാം ഇനി അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ലോറി ഏതായാലും ഇവിടെ കിടന്ന് കളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാക്കി കളഞ്ഞു കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ വണ്ടിക്ക് കാറിനൊക്കെ വന്നുകൊണ്ടിരുന്ന വഴിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുളമാക്കി കളഞ്ഞു. നമ്മളിപ്പോൾ കാർ അവിടെ ഇട്ടിട്ട് നടന്നു വരും കേട്ടോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായി. ഇപ്പോൾ വല്ല കല്ലും കാര്യങ്ങളൊക്കെ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഇട്ട് കൊടുക്കണം. എങ്കിലേ ഇനിയിപ്പം യാത്ര എളുപ്പമാകുള്ളൂ. ലോറി ഇവിടെയൊക്കെ വന്ന് ചാലിക്കുളമാക്കി കളഞ്ഞു കേട്ടോ. മൊത്തം വൃത്തികേടാക്കി. സാരമില്ല. ഏതായാലും നമ്മുടെ സോളാർ പാനലും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അവർക്ക് കറണ്ടിനുള്ള പരിപാടി നോക്കുന്നത് ഞാൻ എന്നാണ് പറഞ്ഞായിരുന്നു. അപ്പോൾ സോളാറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് കറണ്ട് ബില്ലിൻ്റെയോ മറ്റു ആവശ്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അത് മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാറ്ററിയും ഇൻവെർട്ടറും
മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനലും പിടിപ്പിച്ച് കഴിഞ്ഞാൽ കറണ്ടും കൂടെ ആയി കേട്ടോ. അതാണിപ്പോൾ നമ്മൾ ചെയ്യാനായിട്ടുള്ള പരിപാടി കേട്ടോ. എന്നാലും കിണറ്റിൽ നിറയെ വെള്ളമായി കേട്ടോ. 3-3.5 കോലിൻ്റെ മേലെ വെള്ളമുണ്ട്, നിറയെ വെള്ളമായി കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചത് മഴക്കാലത്തിൻ്റെ വെള്ളമല്ല, ഓൾറെഡി അങ്ങനെ തന്നെ ആയിരുന്നു. ഞാനിപ്പോൾ വന്നിട്ട് 2-3 ദിവസമായി, കാരണം ഇവിടെ പണിയൊന്നും നടക്കാത്തതുകൊണ്ട് 3-4 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കവർ വീണ് കിടക്കുന്നതാണ്, വേറെ ഒന്നും വീണതല്ല, കാറ്റത്ത് കണ്ട് പറഞ്ഞു വീണതാണ്. ഇനിയിപ്പോൾ അത് കിണർ തേകവും പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെട്ടലും കഴിഞ്ഞ് തേകലും കഴിഞ്ഞ് നമ്മളിനി ഇവിടെയൊക്കെ മൊത്തം ആൾമറ വരും, അങ്ങനെയൊക്കെ വന്ന് മൊത്തം ഗ്രില്ലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കും കേട്ടോ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസം നമുക്കറിയാം കേട്ടോ ഇതിൻ്റെ ഫുൾ പരിപാടിയൊക്കെ. നമ്മളിനി വരും ദിവസങ്ങൾ എല്ലാ ദിവസമൊന്നും കാണിക്കുകയില്ല, ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒക്കെ ഒരു എപ്പിസോഡായിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. രമേശേട്ടാ, കിണറിൻ്റെ കുഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. ഇനി അത് കെട്ടണോ? ഇനി കെട്ടണം. അടിയൊന്ന് 2 കോലിലൊന്ന് കെട്ടിയാലേ അത് എനിക്ക് ഇടിയുന്നുണ്ട്. അടിയിൽ മണ്ണിന് ഇച്ചിരി കട്ടിയില്ലാത്തതുകൊണ്ടല്ലേ? 2 ആക്കണോ? 2 കോലും മതിയെന്ന് തോന്നുന്നു. ആണല്ലേ? ഇപ്പോൾ ഇറക്കിയ കല്ല് എന്തായാലും തികയൊന്നും, അതാ എനിക്ക്. അല്ല, കല്ല് തന്നില്ലെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. അത് ഇതാക്കണ്ട, നമ്മൾ തികയോന്ന് അവർ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു നോക്കിയിട്ട് സാഹചര്യം നോക്കിയിട്ട് ഇറക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കെട്ടി തുടങ്ങുമ്പോൾ അറിയാലോ സ്ഥിതി എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഏതായാലും കെട്ടൽ നടക്കട്ടെ, വൃത്തിയായിട്ട് നമുക്ക് പരിപാടി തീർക്കണം കേട്ടോ. ആയിക്കോട്ടെ. പണിക്കാർ നാളെ വരില്ലേ? നാളെ വിളിക്കാം. നാളെ അവരെ വെച്ച് നാളെ തന്നെ തുടങ്ങിക്കോ, ഇനി ഒത്തിരി വൈകിക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് തീർക്കണം കേട്ടോ. ഇന്നലെ ലോറി വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അല്ലേ? ബുദ്ധിമുട്ട്, അത് അവിടെ ഈ മണ്ണ് ചെളിയായിരുന്നു, അവർ മെല്ലെ ഓടിച്ച് വന്നത്. അത്ര ലോഡില്ലേ? അങ്ങനെ അമർന്ന് പോയതാ. അത് സ്പീഡിൽ വരുവാണെങ്കിൽ ഇവിടം വരെ കല്ലും വണ്ടിയൊക്കെ വരുന്നതല്ല സാധാരണ. അന്നത്തെ 2-3 ദിവസം മഴയും ഇങ്ങനെ പോയതാ, ചെളിയായി തെന്നിപ്പോയി. തെന്നി വലങ്ങനെ കിടക്കുമായിരുന്നു അല്ലേ? എന്നിട്ട് പിന്നെ റോഡ് ഇറക്കിയിട്ട് പിന്നെ കയറിയോ? റോഡ് കുറേ ഇറക്കി, എന്നിട്ട് കാലി വണ്ടി തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അങ്ങ് കൊണ്ടുപോയിട്ട് തിരിച്ച് പുല്ലുമല്ലേ, നിറച്ചും പുല്ലായതുകൊണ്ട് തെന്നി കളിക്കും. പിന്നെ അതിനുശേഷം ഇങ്ങനെ ആനയെല്ലാം വരുന്നുണ്ട്. ആന ഇതാ 2 ദിവസത്തെ മുന്നേ അതവിടെ വന്നിട്ട് തൂർ വെച്ചിട്ട് പോയിട്ട്. ആണല്ലേ? ഇങ്ങനെ വരുന്നുണ്ടല്ലേ? ആന വരുന്നുണ്ട്. ഇത് അടിക്കുന്നുണ്ടല്ലേ? അടിക്കുന്നുണ്ട്. അതോ? അത് രണ്ടും അടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ ആനമതിലിന്റെ പണിയൊക്കെ എന്തായി? ആനമതിലിന്റെ പണി എന്തായെന്ന് അറിയില്ല, ഞാൻ അങ്ങോട്ട് പോക്കൊന്നുമില്ല. ഇല്ല, തീരാണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറിയല്ലേ? പിന്നെ സോളാർ പാനൽ കണ്ടില്ലേ? നമ്മൾ പാനൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം 2-3 ദിവസം കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് കറണ്ട് കിട്ടും കേട്ടോ. ആയിക്കോട്ടെ, അതിനുള്ള പരിപാടി ഉപകാരമായി. ആകെ ഇവിടെ കഷ്ടപ്പെട്ട് കറണ്ട് കിട്ടണ്ടേ? വെളിച്ചത്ത് കിടക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടും പിന്നെ കറണ്ടൊക്കെ ഇനിയിപ്പോൾ പൈസ ബില്ലൊന്നും അടയ്ക്കണ്ട, അതാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കാണ്ട് അങ്ങ് പോയിക്കോളും. അതുകൊണ്ടാണ് സോളാർ വെച്ച് തരാമെന്ന് വിചാരിച്ചത്. പിന്നെ അത്രയ്ക്ക് ആവശ്യമൊക്കെ അല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഒത്തിരി കറണ്ടിൻ്റെ ഉപയോഗം വെളിച്ചം കണ്ടാൽ പോരെ. ടി വിയും മറ്റു സാധനങ്ങളൊക്കെ വെക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. ആയിക്കോട്ടെ, വരും ദിവസങ്ങളിൽ നമുക്ക് അതും പിടിപ്പിക്കാം. അതെ അതെ. ഇത് ഇന്നുകൊണ്ട് തീർക്കാൻ പറ്റുമോ? ഇത് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ. അല്ലേ? ചെളിയുള്ളതുകൊണ്ടല്ലേ? റോഡും വളരെ മോശം, വിചാരിച്ച പോലെ നടന്നു വരാൻ കഴിയുന്നില്ല. തെന്നി കളിക്കാം അല്ലേ? മഴയും എല്ലാം ചെളിയായി. എന്തായാലും നിങ്ങൾ ചെയ്യും കേട്ടോ. നമുക്ക് എന്താ പറയുക, വെള്ളം വറ്റിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ. എന്താ ചെയ്യേണ്ടതെന്ന്, വെള്ളമില്ല. ഇത്രയും വെള്ളം നിറഞ്ഞുകൊണ്ടേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും വെള്ളം ആവുന്നേ. അത് ആ ആശാരി പറഞ്ഞ പോലെ തന്നെ കൃത്യം 10:30 കോലിന് വെള്ളം നിലനിൽക്കുമെന്നാണ് പറഞ്ഞത്. അതേപോലെ ആവുകയും ചെയ്തു. അതെ. എന്തായാലും ചേട്ടാ, നമ്മുടെ മറ്റേ പട്ടി എന്തി? അതിനെ പെരുമ്പാമ്പ് പിടിച്ചു. പെരുമ്പാമ്പാ? എപ്പാ? 2-3 ദിവസം അങ്ങ് നമ്മൾ കല്ലിപ്പോൾ എടുക്കുന്നില്ലേ, അതിന് തൊട്ടപ്പുറത്ത് പുല്ലും കോട്ടയിൽ പെരുമ്പാമ്പ് പിടിച്ചു. ഓ, ഇവിടെ പെരുമ്പാമ്പ് ഉണ്ടല്ലേ? നല്ലൊരു പട്ടിക്കുഞ്ഞായിരുന്നു അത്. അതെ, അതല്ല ഏറ്റവും കൂടുതൽ നിങ്ങൾ അത് അവനാ ഏറ്റവും കൂടുതൽ കുറച്ചോണ്ടിരുന്നല്ലേ? ആരെ ഇവിടെ കയറ്റാനും അനുവദിക്കില്ല. അങ്ങനെ പെട്ടെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ അതിനെ കൊണ്ടുപോയി. അത് പെരുമ്പാമ്പ് പിടിക്കണേ വലുതായിരിക്കും അല്ലേ? വലിയ പാമ്പാ. അതിവിടെ ഉണ്ടല്ലേ പെരുമ്പാമ്പ്? 3 എണ്ണത്തിന് അവിടെ നിന്ന് പിടിച്ചു. സ്ഥിരമായിട്ട് എല്ലാ വർഷവും പട്ടീൻ്റെ അത് സ്ഥിരം താമസിക്കുന്ന 3 എണ്ണത്തിന് അവിടെ നിന്ന് ഇപ്പം പുറശാർ വന്ന് പിടിച്ചിട്ട് കാട്ടിക്കൊണ്ട് വിട്ട് പിന്നെ അതാ വീണ്ടും അത് അവിടെ തന്നെ വരുക.
അതായത് ഈ പറമ്പ് കിടക്കുന്നുണ്ടോ, ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പെരുമ്പാമ്പുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ ആ ചേട്ടനാണ് നിൽക്കുന്നത്. അവിടെ ആ വെട്ടുകല്ല് എടുക്കുന്നത് കണ്ടോ ആ ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ വെട്ടുകല്ല് എടുക്കുന്നതിൻ്റെ ആ ഒരു പ്രദേശത്ത് അതിൻ്റെ അപ്പുറത്തുള്ള ആ വീടിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് പെരുമ്പാമ്പ് പിടിച്ചതെന്നാട്ടോ പറഞ്ഞത്. നല്ലൊരു പട്ടിക്കുഞ്ഞ് പോയില്ലേ? നല്ലൊരു പട്ടിക്കുഞ്ഞ് പോയി. ഇതാണ് കേട്ടോ ഈ ഒരു പ്രദേശത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാര്യം ചെയ്യാം, കല്ല് മൊത്തം ചുമന്ന് ഇവിടെ വെച്ചിട്ട് ഈ പണി ചെയ്താൽ പോരെ. ഏതാ കല്ല് ഇവിടെ മൊത്തം കല്ല്? നമുക്കിപ്പോൾ അടുത്തൊരു ചലഞ്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണറ്റിൽ അത്ര നിങ്ങൾ കണ്ടല്ലോ, അത്രയും നിറഞ്ഞ് വെള്ളം നന്നായിട്ടായിട്ടോ. ആ വെള്ളം മൊത്തം അടിച്ച് വറ്റിച്ചിട്ട് വേണം ഇവർക്കിത് കെട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നത് എന്താ ചെയ്യേണ്ടത്. മോട്ടർ വാടകയ്ക്ക് എടുക്കണോ, അല്ലെങ്കിൽ മോട്ടർ എന്തായാലും വാടകയ്ക്ക് എടുക്കണം. പക്ഷേ അപ്പോൾ എവിടുന്ന് കറണ്ട് കിട്ടും, അല്ലെങ്കിൽ ഡീസൽ മോട്ടർ എടുക്കണോ എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് കറണ്ട് വലിച്ചിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ സജഷൻ വരുന്നുണ്ട്. അതാണ് ഞാൻ അടുത്തൊരു ചലഞ്ച് കേട്ടോ. പിന്നെ മതി. ലാഭം വേണ്ടേ? രണ്ട് സന്ദർഭം രണ്ടെണ്ണം സൺഡേ ഇവിടെ അടിക്കുന്നത് ഭയങ്കര. അപ്പോൾ അങ്ങനെ കല്ലിവിടെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ കല്ല് കെട്ടാനും ഇതിൻ്റെ കിണറിൻ്റെ വക്ക് കെട്ടാനൊക്കെ ആയിട്ട് ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. അതിനിടയ്ക്ക് ഇപ്പോൾ സോളാറിൻ്റെ ആളുകൾ വന്ന് ഇത് ചെക്ക് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. സോളാർ പാനൽ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പം കുറേ ഇതൊക്കെ നോക്കി നല്ലൊരു കമ്പനിയുടെ സാധനം തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. വാരി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത്. വാരി നല്ല ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ സോളാറാണ് കേട്ടോ. നല്ല പാനലാണ്, നല്ല വെയിറ്റുള്ള പാനലാണെന്ന് അവരിപ്പോൾ പറഞ്ഞത്. അതായത് നല്ല പാനൽ തന്നെയാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേറെ ഒരു കമ്പനിയാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ പണി നമുക്ക് നാളെ നടത്താം കേട്ടോ. ഏതായാലും ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. നമുക്കിനി കുറച്ച് റീവയറിങ്ങും പരിപാടികളും പോയിട്ടുണ്ട്. അത് ഇൻവേർട്ടർ പിടിപ്പിച്ചതിന് ശേഷം ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. കുറച്ച് റീവയറിങ്ങും പരിപാടിയൊക്കെ ചെയ്യണം. കാരണം കുറേ വയറും കാര്യങ്ങളൊക്കെ ഇതുവരെ ഇത് യൂസ് ചെയ്യാത്ത, കറണ്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് പലതും ഒക്കെ ഒന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ സപ്ലൈ ഒക്കെ കൊടുത്തിട്ട് നോക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ചിലപ്പോൾ ഈ നമ്മൾ മറ്റേ എർത്തടക്കം ഒന്ന് മാറ്റി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാം ഒക്കെ തുരുമ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മാറ്റി ചെയ്യണം കേട്ടോ. വരുന്ന സ്ഥലത്ത് നിറം വെള്ളമായിട്ടോ. 1 2 3 4 5 6 കോല് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം. 6ാമത്തെ കോലായി വെള്ളം എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു 4 കോല് വെള്ളം ഉണ്ട് അല്ലേ? വെള്ളമുണ്ട്. അത് 4 കോലിൻ്റെ മേലെ വെള്ളമുണ്ട്. ആശാരി പറഞ്ഞ അതേ കറക്റ്റിന് വെള്ളവും എല്ലാം കിട്ടി. അതിൻ്റെ അടി ഈ സൈഡ് മൊത്തം പാറയാ, ഒരു പണിയെടുക്കാൻ കഴിയില്ല. നിറച്ചും വെള്ളമായിട്ടോ. ഇത് മറ്റേ മഴക്കാലത്തിൻ്റെ ഉറവയല്ലല്ലോ? അല്ലല്ലേ? അത് ആശാരി പറഞ്ഞ കറക്റ്റ് ഇതിന് കിട്ടിയല്ലേ? വെള്ളം കിട്ടി. മഴക്കാലത്ത് ഉറവല്ല. മഴ അതിന് മാത്രം പെയ്തുമില്ലല്ലോ അല്ലേ? നമുക്കിപ്പോൾ എത്ര കോല് കെട്ടണം ഏകദേശം? എനിക്ക് തോന്നുന്നു ഒരു 100 കല്ല് വെച്ചിട്ട് ഒരു കോലിൻ്റെ പകുതി റൗണ്ടിലും കെട്ടുക. അത്ര ഒരു കോല് മതിയോ? പോരെ? അപ്പോൾ കല്ല് തികയോ? തികഞ്ഞില്ലേ നമുക്ക് എടുക്കാം. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുന്നത്? കാരണം ഇത് ഇടിഞ്ഞു പോകാൻ പാടില്ലല്ലോ. 2 കോല് കെട്ടിക്കോ നിങ്ങൾ. 2 കോലം കെട്ടിക്കോ. അപ്പം നാളെ തുടങ്ങൂലേ പണി? ഇവർ കല്ല് കൊണ്ടുവരുന്നത് നല്ല റിസ്ക് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇത് മൊത്തം റോഡ് മൊത്തം ചെളിയായതുകൊണ്ട് അങ്ങനെ അവിടുന്ന് ആ ചേട്ടൻ ചുമന്ന് ഇവിടം വരെ എത്തിക്കും. ഇവിടുന്ന് അടുത്തയാൾ ചുമന്ന് ഇവിടം വരെ എത്തിക്കും. ഇവിടുന്ന് ചുമന്ന് വേണം കല്ല്
ഇവിടെ എത്തിക്കാൻ കേട്ടോ. ഇതുവരെ ഇന്നിപ്പോൾ 12 മണിയായി. ഈ സമയം വരെ 70 കല്ല് ഇപ്പോൾ ഇതുവരെ കയറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇനിയും കയറ്റാനായിട്ട് കിടക്കുന്നുണ്ട്. 360 കല്ലുണ്ട്. അപ്പോൾ അതിൽ ഇത്രയും കല്ല് ഇനിയും കയറ്റാനുണ്ട് കേട്ടോ. ഇത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടി തന്നെയാണ്. അതാണ് നമുക്ക് അഡീഷണൽ നമുക്ക് എക്സ്പെൻസ് വരുന്നൊരു പരിപാടിയും കൂടെ ആയിരിക്കും കേട്ടോ. പക്ഷേ വണ്ടി കയറാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. നിങ്ങൾക്ക് ഇതൊരു ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വെട്ടുകല്ല് ഇങ്ങനെ ചുമന്ന് കൊണ്ടുവന്ന് ഓരോ 3 പേരായിട്ട് കൊണ്ടുവന്നാണ് ഇവിടം വരെ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. നമുക്ക് വണ്ടികൾ പോകുന്ന പോലെ ഇത്ര സ്പീഡിലൊന്നും ഇത് നടക്കില്ല. ഏതായാലും ഇങ്ങനെ പാസ് ചെയ്താട്ടോ പോകുന്നത്. ലോറി കയറാത്തത് കൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ടാണിത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എല്ലാം വളരെ ബാക്കിയെല്ലാം നമുക്ക് വെള്ളം കാണുന്നവരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയി. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ പരിപാടികളിലും വരുമല്ലോ. അപ്പോൾ ഏതായാലും അത് നമ്മൾ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് കേട്ടോ. ലോറി ഇവിടെയാണ് കേട്ടോ കിടന്ന്. ഒരു ഭാഗത്ത് ഇവിടം വരെ തെന്നി ഉണ്ടോ, ഇവിടെയൊക്കെ കിടക്കുമായിരുന്നു. ഏകദേശം ഈ ഒരു സൈഡിൽ കട്ട കയറ്റി ഇനി ഇതാണ് കയറ്റിക്കൊണ്ട് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ രമേശേട്ടൻ്റെ കിണറ്റിൽ വെള്ളം കണ്ടതിന് ശേഷവും കിണറിൻ്റെ കുഴിക്കുന്ന ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 6-7 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെയാണ് വെട്ടുകല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയത്. അപ്പോൾ കുറേ ദിവസമായി ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നു, എന്തായി അവരുടെ പണി, കിണറിൻ്റെ പണി എന്തായി, അതിൻ്റെ അപ്ഡേറ്റൊക്കെ ഇടുമെന്നൊക്കെ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടതൊക്കെയാണ്. ഇന്ന് ഞാനിവിടെ ബുധനാഴ്ചയാണ് വന്നത്, ജൂലൈ 1-ാം തീയതി. അപ്പോൾ ഇന്നത്തെ കാഴ്ചയാണ് ഇത് കണ്ടത്. ഇന്നലെ 30-ാം തീയതിയാണ്, അതായത് ജൂൺ 30-ാം തീയതിയാണ് വെട്ടുകല്ലും കാര്യങ്ങളൊക്കെ വന്നത്. ഇനി ഉള്ള പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം കിണർ വറ്റിച്ച് ഈ വെട്ടുകല്ല് നമുക്ക് താഴെ ഒരു 2 കോലെങ്കിലും കെട്ടണം. അതിനുശേഷം മുകളിൽ ആൾമറ കെട്ടണം. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ വെള്ളം വറ്റിക്കലാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ടാസ്ക്കായിട്ട് നിൽക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ കറണ്ട് ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യമായിട്ടുണ്ട്. ഒരു 3-3.5 പോലെ വെള്ളം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് കോരി വറ്റിക്കൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അത് മോട്ടർ വെച്ച് തന്നെ അടിച്ച് കളയണം. അപ്പോൾ അതിനുള്ളൊരു ശ്രമം ഇനി നടത്താൻ പോകുന്നത്. ഏതായാലും നമുക്കത് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. എത്ര ആയില്ലേ, അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് ചെയ്യണം. അതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിണറിൻ്റെ പണി പൂർത്തിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഇനി ഒരു 3-4 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ. സ്ഥിരമായിട്ട് നമ്മളത് ചെയ്യുന്നില്ല, കാരണം വർക്കിൻ്റെ അപ്ഡേറ്റ് അറിയിക്കാൻ മാത്രമായിട്ട് ഓരോ വീഡിയോസേ ചെയ്യുള്ളൂ കേട്ടോ. ഇനി ബാക്കി ഏറ്റവും കഴിഞ്ഞ് കിണറിൻ്റെ പണി തീരുന്ന ദിവസം നമ്മൾ ഗ്രാൻഡായിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യും. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.